മഴത്തോട് മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ രോഹിത്തും ബബിതയും അതുപോലെ കൃഷ്ണയും കൂടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, വൈജ എന്താ ഇന്ന് എല്ലാരും കൂടെ അടുക്കളയിൽ കയറിയത്? എന്തൊക്കെയായിരുന്നാലും ഇപ്പോൾ ആ അലീനെ പോയത് പിന്നെ എല്ലാരും ഭയങ്കര പാചകമൊക്കെ പഠിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ല കാര്യമല്ലേ, എപ്പോഴും തരുന്നത് കഴിച്ചുകൊണ്ടിരിക്കാതെ എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് വൈജ പറയുക, എന്തായാലും അവളുടെ ഓരോ സംസാരവും തുടങ്ങിയിട്ടുണ്ട്. എല്ലാം പഠിപ്പിച്ചിട്ടാ പോയിരിക്കുന്നേ. എന്തായാലും അവൾ ഈ വീട് വന്ന് ഇത്രത്തോളം അലങ്കോലപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ നല്ല ചിട്ടയോടെ കൊണ്ടുപോയത് അലിയുടെ ചേച്ചി തന്നെയാ നമ്മുടെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് കുറ്റമൊന്നും പറയണ്ട അമ്മേ. രാവിലെ എഴുന്നേറ്റ് അമ്മയ്ക്ക് ഇന്ന് പോണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളിന്ന് പോവാൻ ഞാൻ തീരുമാനിച്ചു. അതിനിപ്പം എന്താ, ഞാൻ എന്നും പോകുന്നതാണല്ലോ, പിന്നെ എന്താ ഒരു പ്രത്യേക ചോദ്യം എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ബബിത റൂമിലോട്ട് പോകുന്നുണ്ട്. പോയിട്ട് അമലിനെ വിളിക്കുക. കുറെ ദിവസമായിട്ട് അമലിനെ വിളിച്ചില്ല. എന്തായാലും അവർ തമ്മിൽ സ്നേഹം ഉണ്ടായിരുന്നു, അമലും അതുപോലെ തന്നെ ബബിതയായിട്ട്. അലീനെ അന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അന്ന് മുതൽ വിളിയേക്ക് നിർത്തി നല്ല കുട്ടിയായിട്ട് മാറിയിരിക്കും അമല്. എന്നാൽ അങ്ങോട്ട് തന്നെയാണ് ബബിത വിളിക്കുന്നത്. നീ എന്താ എന്നെ മറന്നോ, എന്നെ വിളിക്കാത്തെന്താ എന്നൊക്കെ ചോദിച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേട്ടതും അമല് പറയുക, നീ എന്നെ വീട്ടിൽ വിളിച്ച് വരുത്തി അടുപ്പിച്ചില്ലേ, അത് മാത്രമല്ല എന്നെ അടുത്ത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞൂടെ, പിന്നെ എല്ലാവരും വീട്ടിൽ വിളിച്ച് എനിക്കൊന്ന് തന്ന അടി നീ കണ്ടില്ലായിരുന്നോ? അത് കണ്ടുകൊണ്ട് നീ ഇന്ന് ആസ്വദിക്കുകയായിരുന്നില്ലേ? ഒരു വാക്ക് പോലും പറയാതെ. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ ഇനി നീ വിളിച്ചു പോകരുത് എന്നൊക്കെ അമല് പറയുന്നുണ്ട് ബബിതയുടെ അടുത്ത്. ഇത് കേട്ടതും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അലീന ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ എന്താ പറഞ്ഞേ എന്നൊക്കെ അമല് ചോദിക്കുന്നുണ്ട്. ഇല്ല അലീന ചേച്ചി. അലീന ചേച്ചി എന്നല്ലല്ലോ നീ പണ്ടെന്റെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ അലീന ചേച്ചി നല്ലവളായി, ഞാൻ മാത്രം ചീത്തയും. എന്തായാലും കൊള്ളാം, ഇനി എന്നെ വിളിച്ചു പോകരുത്. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. പല രീതിയിലാണ് ഇപ്പൊ വീട്ടിൽ വിളിച്ചു വരുത്തി കൊല്ലാൻ നോക്കുന്നത്, ജ്യൂസും എല്ലാം കലക്കി കൊടുത്ത്. അതുകൊണ്ട് എന്നെ അതിലേക്ക് വലിച്ചെഴിക്കല്ലേ, എന്നെ ഒരു പാവ വിട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അമല്. ഇതൊക്കെ കേട്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് തെറ്റ് ബബിതയുടെ ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് തന്നെയാണ്, തിരിച്ചൊന്നും പറയാനുമില്ല. അങ്ങനെ ഫോണ് കട്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ പറയുക, എന്തായാലും അവനാണെങ്കിൽ എന്നെ ഇനി വിളിക്കില്ലെന്നാ തോന്നുന്നത്, എന്റെ അടുത്ത് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാ അവൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചില് റൂമിൽ ഇരിപ്പുണ്ട്. ആ സമയത്ത് കൃഷ്ണ പോവാൻ ഇറങ്ങുന്നുണ്ട് സ്കൂളിലേക്ക്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ വെച്ച് കാണുന്നുണ്ട് വേറൊരാളും കൃഷ്ണയുടെ കൂടെ ബേക്കിൽ നടക്കുക. എന്തായാലും പ്രണയം പറയാൻ വേണ്ടി ആ കുട്ടിയുടെ ചേട്ടനായിട്ടാ പോകുന്നത്. പക്ഷെ കൃഷ്ണയാണെങ്കിൽ പോകുന്ന സമയത്ത് വിളിക്കുകയും ഇതൊന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തക്ക ഒരു മറുപടി തന്നെയാ കൊടുക്കുന്നത്. അലീനെ പോലുള്ള ആ ഒരു സംസാരമാണ് അവിടെ സംസാരിച്ചതും. ഇത് കേട്ടതും ആ കുട്ടി പറയുക, എന്തായാലും എന്റെ കൂടെ പഠിക്കുന്നില്ലേ, ക്ലാസ് വെച്ച് സംസാരിക്കുന്നില്ല, പിന്നെ എന്തിനാ എന്റെ അടുത്ത് ഈ ലവൊക്കെ പറയാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ? അതും ചേട്ടനെ നീ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് കൂടെ വന്ന അയാളുടെ അടുത്ത്. ഇതൊക്കെ കേട്ടപ്പം രണ്ടുപേർക്കും ഒന്നും പറയാനില്ല. അങ്ങനെ പറയാൻ വന്ന ആൾക്കാര് മിണ്ടാതെ പോവുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണയുടെ മുന്നില് തല കുനിച്ചിട്ട്. അപ്പോൾ കൂടെ പോയ ആ ചേട്ടൻ പറയുന്നുണ്ട്, നിനക്ക് ഇവളെ തന്നെയാണോ കിട്ടിയത്? എന്താ അഹങ്കാരി, എന്തായാലും ഇവളെ വേണ്ട നിനക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും പാവം കുട്ടിയാ, നല്ല സ്വഭാവമാ, എനിക്ക് അതുകൊണ്ടാ ഇഷ്ടപ്പെടാനും തോന്നിയത്. എന്തായാലും കൊള്ളാം, നീ ഇവളെ വിട്ടേക്ക് എന്നൊക്കെ അവൻ പറയുകയും ചെയ്യുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് വഴിക്കും പോകുന്നുണ്ട്. കൃഷ്ണ പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ജോസഫിന്റെ അവിടെയാണെങ്കിൽ ഭയങ്കര ബഹളമായിട്ട് നിൽക്കുന്ന സമയത്ത് അന്തരീക്ഷം തണുത്തതുപോലെയാ ഇപ്പോൾ തോന്നുന്നത്. രാവിലെ നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് സ്റ്റാൻലി ജോസഫ് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുക. അലീനെ കൂടെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് പൗലോസിന്റെ അടുത്ത്. പൗലോസ് ആ സമയത്ത് പറയുക, ഇന്ന് അടുക്കള വശത്തേക്ക് കണ്ടതേ ഇല്ല, അല്ലെങ്കിൽ അവിടെ എന്റെ കൂടെ വരുമായിരുന്നു. എന്തായാലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വീണ്ടും പ്രശ്നങ്ങൾ വല്ലതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തായാലും നീ ഒന്ന് ശ്രദ്ധിക്കണം. നീ മാത്രമല്ല, നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, അവളാണെങ്കിൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറയുന്ന കുട്ടിയാ, തെറ്റ് കണ്ട അവിടെ പ്രതികരിക്കും. അതുകൊണ്ട് നീ
അടുത്ത് നന്ദികയുടെ കാണിക്കാതിരിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് അവളെ കുറ്റം പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ നിന്നെയും നീ അത് മനസ്സിലാക്കുകയും ചെയ്യണം എന്നൊക്കെ പൗലോസിന്റെ അടുത്ത് പറയുന്നുണ്ട്. സമയത്ത് ആന്റപ്പന്റെ അടുത്ത് പറയുക, ഇവൻ പറഞ്ഞു ശരിയാണോ? ഇവർ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല. അലീന ഇപ്പൊ ഒന്നും പറയാറുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അലീനയെ കൂടെ കഴിക്കാൻ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷെ അലീന വരുന്നില്ല. കഴിക്കാനിരിക്കുന്ന സമയത്ത് എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വരാത്തത് അലീന എന്ന് പൗലോസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന ഇന്ന് വേണ്ട, ഇന്ന് വ്രതമാ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വ്രതം എടുക്കാൻ ഇന്ന് എന്തെങ്കിലും പ്രത്യേക ദിവസമാണോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് പൗലോസിന്റെ അടുത്തും അതുപോലെ തന്നെ ആന്റപ്പന്റെ അടുത്തും. അത് അങ്ങനെയൊന്നുമില്ല, പക്ഷെ എന്താന്നറിയില്ല, ഇന്നൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അതെന്തായാലും ഒന്ന് നോക്കണമല്ലോ. എവിടെ അലീന എന്നൊക്കെ പറയുന്നുണ്ട്. അലീന റൂമിൽ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് അകത്തേക്ക് പോകുന്നുണ്ട്. എന്താ ഭക്ഷണത്തിനോട് വേണ്ടെന്നൊക്കെ പറയുന്നത്? ആഹാരം കഴിക്കണ്ടേ ഈ സമയത്തിന്? എന്തായാലും മോള് വരാൻ വേണ്ടിയാ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. ഇത് കേട്ടതും ഉടനെ തന്നെ പറയുക, എനിക്കിത് വേണ്ട, കഴിക്കാൻ തോന്നുന്നില്ല. ഓരോന്ന് ചിന്തിച്ച് മോൾ എന്തിനാ ഇതൊന്നും ചിന്തിക്കുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലപ്പോഴും പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതിനെക്കുറിച്ച് ചിന്തകളൊന്നും വേണ്ട. ഞാനാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുമാത്രമല്ല ഞാൻ പറയുന്നത് ഈ വീട്ടിൽ നടക്കുകയുള്ളൂ. പിന്നെ റീത്താമ്മയും എൽസമ്മയും വിചാരിച്ചൊന്നും മോള് വിഷമിക്കണ്ട. അവരാണെങ്കില് സ്വഭാവം ഇങ്ങനെ തന്നെയാ. ആരെ എന്തൊക്കെ പറയാൻ പറ്റും എന്നൊക്കെ പറയാൻ വേണ്ടി നടക്കുക. പിന്നെ ആ റീത്താമ്മയുടെ അടുത്ത് ആർക്ക് പറഞ്ഞും ജയിക്കാൻ പറ്റില്ല. എന്റെ അപ്പച്ചൻ തന്നെ അവരുടെ മുന്നിൽ എത്ര പ്രാവശ്യം തോറ്റിരിക്കുന്നു. പിന്നെയാണോ മോള് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ടതും വീണ്ടും പറയുക, ഞാൻ കാരണമല്ലേ അവരിങ്ങോട്ട് പോലും താമസിക്കാൻ പോലും വരാത്തത്? മോള് കാരണമല്ല, എന്റെ പൈസ മാത്രം മതി അവർക്ക്. എന്തായാലും ഞാൻ സമയം ചോദിക്കുന്നതനുസരിച്ച് എല്ലാം ഞാൻ ഇട്ടുകൊടുക്കാറുണ്ട്. അത് മാത്രമല്ല, എന്നെ വഴക്ക് പറയാൻ വന്ന ആ റീത്താമ്മയില്ലേ, ആ ഓടിച്ചുകൊണ്ടുവന്ന കാർ വരെ എന്റേതാ. എന്റെ ഒരു സഹായം കൊണ്ടാ അവര് തന്നെ ജീവിച്ചു പോകുന്നത്. അതുപോലെ തന്നെ എൽസമ്മയും മക്കളും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ വരവ് നിൽക്കുമല്ലോ. അതുകൊണ്ട് അവര് ഇങ്ങോട്ട് വിടേയില്ല. അവളാ പൈസ കൈകാര്യം ചെയ്യുന്നതെല്ലാം ആ റീത്താമ്മ. എന്റെ ഭാര്യ എന്ന് പറയുന്ന എൽസമ്മ അതാണെങ്കില് ചേച്ചി പറയുന്നത് അനുസരിക്കുള്ളൂ. ഓരോ കുടുംബത്തിലും ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. അത് മാത്രമല്ല, ഓരോ കുടുംബത്തിൽ നടക്കുന്ന കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ. ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേറൊരാളാ വേണ്ടി വരുമ്പോഴത്തേക്കാ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ നടക്കാറ്. അതുപോലെ എന്റെ ജീവിതത്തിലെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കാരണക്കാരി ഒരാള് റീത്താമ്മയാ. അത് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെയാ ഏത് നിലയിലും മോളെ ഇവിടെ നിന്ന് പുറത്താക്കുക എന്ന ഉദ്ദേശത്തോടെ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഇനിയും ഉണ്ട് ആൾക്കാര്, ഇനി ഇങ്ങോട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതൊന്നും വിചാരിച്ച് മോള് വിഷമിക്കണ്ട. മോള് എന്റെ മോളാ. അതുകൊണ്ട് ഇവിടെ അപ്പച്ചനുണ്ട്. ഇപ്പൊ മോൾക്ക് വിഷമമെന്ന് പറഞ്ഞ് അപ്പച്ചൻ വരെ വന്നില്ലേ, പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുക, എനിക്ക് ഇപ്പോൾ വിഷമമൊന്നും ഇല്ല. പിന്നെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ കാരണം ആര് സങ്കടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതേ ഉള്ളൂ. അങ്ങനെ നിർബന്ധിച്ച് അലീനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. ഇന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ഒരു വിശേഷ ദിവസവും ഇല്ല. വ്രതമെടുക്കാൻ പറ്റുന്ന എന്ത് കാര്യം കൊണ്ടാ മോളിങ്ങനെ കഴിക്കാതിരിക്കുന്നേ? അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് കഴിക്കാൻ വരണം, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അലീനയും സ്റ്റാൻലി ജോസഫും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. ആ സമയത്ത് പറയുക, എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ കാര്യമാണെങ്കിൽ പറയാൻ പറ്റത്തില്ല. മോൾ ഇവിടെ താമസിക്കേണ്ടതാ. ഇവിടത്തെ വീടും ഇവിടത്തെ എല്ലാം എന്റെ അലീനയുടേതാ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതുമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഒരിടത്തും എന്റെ മകള് തോറ്റുകൊടുക്കാൻ പാടില്ല. രാജാവിന്റെ മകള് തന്നെയാ അലീന എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് അലീനയ്ക്ക് സന്തോഷം വരികയും ചെയ്യുന്നുണ്ട്. തന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് മനസ്സുകൊണ്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ജോസഫ് വാരി കൊടുക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഇത് കണ്ടിട്ട് ആന്റപ്പനും അതുപോലെ തന്നെ പൗലസും നോക്കി നിന്ന് വിചാരിക്കുക, ഇത്രയും കാലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ പുതിയ മാറ്റങ്ങളൊക്കെ കേണലിന് വന്നു തുടങ്ങിയത് ഈ അലീന വന്നേ പിന്നെയാ. ഇത്രത്തോളം ലാളിച്ചും കൊഞ്ചിച്ചും ആ സ്വന്തം മക്കളെ പോലും ഇങ്ങനെ വാരി കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നലെ വന്ന ഇവൾക്ക് എന്ത് സൽക്കാരമാ
കൊടുക്കുന്നത് അത് നമുക്ക് തന്നെ അതിശയം തന്നെയാ എന്നൊക്കെ ആൻ്റപ്പൻ പറയുന്നുണ്ട് പൗലോസിന്റെ അടുത്ത്. ആ സമയത്ത് പറയുക, സ്വന്തം മകളല്ലേ, അതുകൊണ്ടാകും. സ്വന്തം മകളായിരുന്നാലും ഈ കുഞ്ഞ് വന്നേ പിന്നെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്തത് കഴിവ് തന്നെയാ അലീനയുടെ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ആൻ്റപ്പൻ. ആ സമയത്ത് കൃഷ്ണ വിളിക്കുന്നുണ്ട് അലീനയെ. എനിക്ക് ഒരു കാര്യം പറയാനാ വിളിച്ചത്. എനിക്ക് കാണണമെന്നുണ്ട് ചേച്ചിയെ. കുറെ ദിവസമായില്ലേ കണ്ടിട്ട്. ഞങ്ങളങ്ങോട്ട് വരാൻ തുടങ്ങുക എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞത്? എപ്പോഴും വേണമെങ്കിൽ വരാമല്ലോ. എന്നാൽ അലീന ചേച്ചി അവിടെ വീട്ടിൽ വന്നപ്പം പറഞ്ഞില്ലായിരുന്നോ ഇനി അങ്ങോട്ട് വരണമെന്ന്? അത് മനസ്സിലുണ്ടായിരുന്നിട്ട് ഞാൻ രോഹിത്തിന്റെ അടുത്തും അതുപോലെ തന്നെ ബബിതയുടെ അടുത്തും പറയാൻ വേണ്ടി ഇരിക്കുക. പിന്നെ ചേച്ചിയുടെ ചോദിച്ചിട്ട് അവരുടെ അടുത്ത് പറയാം എന്ന് വിചാരിച്ചു. എന്തായാലും പറഞ്ഞിട്ട് സമ്മതിക്കുകയാണെങ്കിൽ അച്ഛനോട് ചോദിച്ചിട്ട് വന്നോ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ പറയുന്നുണ്ട് ബബിതയുടെ അടുത്തും രോഹിത്തിന്റെ അടുത്തും, നമുക്ക് ഇന്ന് ഇവിടെ നിൽക്കുകയല്ലേ, അലീന ചേച്ചിയെ കാണാൻ പോവാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതൊരു പ്രശ്നമാവില്ലേ, ഇപ്പം പോണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രോഹിത്ത്. എന്നാലും കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ നമുക്ക് പോയിട്ട് വരാം. അവിടുത്തെ വീടൊക്കെ നമുക്ക് കണ്ടിരിക്കാമല്ലോ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബബിതയും തുള്ളിച്ചാടി നിൽക്കുക. ശരി, നമുക്ക് പോവാം, അച്ഛൻ്റെ അടുത്ത് പറയാം, അമ്മ അറിഞ്ഞാൽ അറിയാലോ വിടില്ല, അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുക, പെട്ടെന്ന് പോയിട്ട് വരണം, നിങ്ങളിവിടെ ഇല്ലെന്നറിഞ്ഞാൽ പിന്നെ വളരെ പ്രശ്നമാവും. പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ, അലീനടുത്ത് വിളിച്ച് പറയുന്നൊക്കെ പറയുന്നുണ്ട്. പോയിട്ട് നേരത്തെ എത്തുകയും വേണമെന്ന് പറയുക. ആ സമയത്ത് പറയുക, ശരി എന്നാ ഞങ്ങള് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് 3 പേര് ഇറങ്ങുന്നുണ്ട് അവിടുന്ന്. അങ്ങനെ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്ക് അവർ 3 പേരും വരികയാണ്, കൃഷ്ണയും ബബിതയും രോഹിത്തും. ആ സമയത്ത് ഭയങ്കര സ്നേഹത്തോടെ നടയിൽ കയറി വരുന്ന അവരുടെ എതിരേൽക്കുകയാണ് അലീന. ആ സമയത്ത് ഓടി വന്ന് ബാലചന്ദ്രൻ നോക്കുന്നുണ്ട്, ഇതൊക്കെ ആരൊക്കെയാ വരുന്നതെന്ന്. അപ്പോഴത്തേക്കും കണ്ടു ഞെട്ടുന്നുണ്ട്, എന്റെ വൈജിയുടെ മക്കള് പറഞ്ഞ് സ്നേഹത്തോടെ അവരകത്തേക്ക് വിളിക്കുന്നുണ്ട്. അവർക്ക് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ പറയുകയും അലീനയുടെ കാര്യങ്ങളാ ഏറ്റവും കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അവിടെ എങ്ങനെയായിരുന്നു ആദ്യത്തെ മുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് കൃഷ്ണയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി ജോസഫിന് എല്ലാവരെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. 4 പേരും കൂടപ്പിറപ്പുകൾ എന്ത് സ്നേഹമാ എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അലീനയോടുള്ള സ്നേഹം കണ്ട് സ്റ്റാൻലി ജോസഫ് അതിശയിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ നവജിയുടെ മക്കള് 4 പേരും ഒരുമിച്ച് എൻ്റെ വീട്ടില് ഇപ്പോൾ ഇരിക്കുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു സന്തോഷവും സ്റ്റാൻലിയുടെ മുഖത്ത് കാണാനുണ്ട്.